Krishna Leela, Joy Alucas, world's favorite jeweler. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ. വെറൈറ്റി ഇല്ലേ? പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം കുഞ്ഞിച്ചുണ്ടിൽ പൊന്നും തേനും തന്നു മാമൂട്ടി. ഈ പാട്ടിന്റെ ഓണറിനെ കൊണ്ടുവന്നിരുത്തി ഈ ഒരു പാട്ട് പാടാൻ ഞാൻ കാണിച്ച ധൈര്യം. ഞാൻ ഈ സൂര്യ സിംഗറിൽ വന്നത് 6 വയസ്സുള്ളപ്പോഴാണ്. അന്ന് വരുമ്പോൾ തന്നെ എന്നെ കാണുന്ന ആൾക്കാരൊക്കെ പറയാം ഞങ്ങൾ എന്റെ വീട്ടിലെ മോളെ പോലെയാണ് ഞാൻ കാണാറ്. പക്കത്ത് വീട്ടിലെ അതെ, നമ്മുടെ വീട്ടിലെ കുട്ടി. ഇപ്പൊ എന്റെ കമന്റ്സ് വായിക്കുമ്പോഴും പണ്ട് എന്റെ ഇത്രയും ഇഷ്ടമുള്ള കുട്ടിയായിരുന്നല്ലോ ഇവൾ ഇങ്ങനെയായോ. അനിക എവിടെയൊക്കെ പോയാലും അവിടെ അനിക്ക ഉണ്ട് എന്നുള്ള അവസ്ഥയാണ് എനിക്ക്. കാരണം കോഴിക്കോട് വീട്ടിൽ അവിടെയൊക്കെ പോയാൽ എൻ്റെ അമ്മയും അനിക്കയുടെ അമ്മയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ്. നമുക്ക് ഈ ബോണ്ട് ഒന്ന് കോളേജിൽ വെക്കണം, നമുക്കൊരു വേറെ തന്നെ ബോണ്ട് കോളേജിൽ പിടിക്കാം. പിന്നെ ഞങ്ങൾ കണ്ടാൽ മൈൻഡ് കുറിച്ചില്ല ആ സാധനം മാത്രം. അതാണ് ഞങ്ങൾ കോളേജിലത്തെ ഒരു സ്റ്റോറി. മീനാക്ഷി ദുബായിൽ നമ്മുടെ അമറാഖ് അന്തോണിന്റെ 75th ഡേ സെലിബ്രേഷന് പോയി. അവിടെ അടുക്കള ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട്. അവിടെ പാത്രം എടുത്ത് കുറച്ച് ടിഷ്യൂ പേപ്പർ ഒക്കെ മുറിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എന്നിട്ട് അതെ 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 എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ചായപ്പൊടിയൊക്കെ വെതറിയിട്ട് കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ട് 2 ലക്ഷം പഞ്ചസാരയൊക്കെ ഇട്ട് അച്ഛന്മാർക്ക് തിന്നാനൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഇതെന്താ സാധനം തിന്നണ്ട ടിഷ്യൂ. അപ്പൊ ഞാനും എൻ്റെ അനിയനും എൻ്റെ അറിയാത്ത ഒരു കാര്യമില്ല അവനാണെങ്കിലും പിന്നല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരും. ഈവൺ അമ്മയ്ക്കും അച്ഛനും അറിയാത്ത പല കാര്യങ്ങളും എനിക്കും അവൻ നമുക്ക് തമ്മിൽ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ് ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ക്ലോസ് ആയി നിൽക്കുമ്പോൾ കാണുമ്പോഴാണ് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം നമ്മളിപ്പോഴും പറയാറ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടോന്നോ എന്ത് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞു കുറച്ചൊന്ന് സോഷ്യലൈസ് ചെയ്ത് ചോദിച്ചതോ. പൊന്നിൻ കതിർക്കുല കൊത്തിയെടുത്ത് നീ പൊങ്ങി പറന്നല്ലോ. പൊന്നിൻ കതിർക്കുല കൊത്തിയെടുത്ത് നീ പൊങ്ങി പറന്നാലോ എക്സാക്ട്ലി. സുജാത മാമിന് ആൻറ്റീനെ എപ്പം ഞാൻ കണ്ടാലും ഞാൻ ഇങ്ങനെ നമ്മൾ ചെറുതാകുമ്പം വളരുമല്ലോ, അപ്പം ഇങ്ങനെ നീളം വെച്ച് വരുമ്പം ഒരു പ്രാവശ്യം ആൻറ്റീനെ കണ്ടപ്പോൾ ഞാൻ ആൻറ്റീനേക്കാളും നീളം വെച്ചു. അപ്പം എന്നോട് നിന്നോട് ആരാടി എന്നെക്കാളും നീളം വെക്കാൻ പറഞ്ഞത്, താഴടി കുനിഞ്ഞ് നിൽക്കടി നിറു. എന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കുന്ന സമയം നമ്മളെല്ലാവരും ഗ്രൂപ്പിൽ ഫോട്ടോ എടുക്കുക, ഒരു അവാർഡ് ഫംഗ്ഷനാണ്. ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ സുജാത ആൻറ്റീൻ്റെ അടുത്താണ് ഞാൻ പോയി ഇങ്ങനെ നിന്നത്. എന്നെ പിടിച്ച് ആൻറ്റി ഉന്തി കുരിച്ചു. ഞാൻ ഇങ്ങനെയാണ് ഫോട്ടോയിൽ നിൽക്കുന്നത് ആൻറ്റീൻ്റെ അടുത്ത് ഇങ്ങനെ. അമ്മയുടെ പിറന്നാൾ 25th-നാണ്. 24th ഞാൻ ഈ പാട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കേൾപ്പിച്ച് കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞത് നീ എന്താ നിൻ്റെ അനിയനെ കൊണ്ട് പാടിപ്പിക്കാൻ, അവനെ കൊണ്ട് പാടിപ്പിച്ചുകൂടെ ഇതിൽ വെച്ച്. നമ്മൾ ശരിയാണല്ലോ, അവനെ കൊണ്ടും പാടിപ്പിക്കാലോ. അമ്മ രാവിലെ മുതലേ പറയുന്നുണ്ട് എൻ്റെ മക്കളെ മാത്രം എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല, ഞാൻ ചെയ്ത പാട്ടാണ്. നീ ചെയ്ത പാട്ടോ, നിനക്ക് ഇത്രയൊക്കെ കഴിവുണ്ടോ? അപ്പോൾ നമ്മൾ കാറിന് ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിലാണ് ഞാൻ അമ്മയ്ക്ക് പാട്ട് കേൾപ്പിച്ചത്. പിന്നെ അമ്മ പാട്ട് കേൾക്കലും ഇമോഷണൽ ആവലും മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാൻ വരുമോ ചാരേ നിന്നച്ഛൻ. ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നിരുത്തി ഈ പാട്ടിന്റെ ഓണറിനെ കൊണ്ടുവന്നിരുത്തി ഈ ഒരു പാട്ട് പാടാൻ ഞാൻ കാണിച്ച ധൈര്യം ചാൾസ് ശോഭരാജ് പോലും ഞാൻ കണ്ടിട്ടില്ല. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ. അതിനാണ് വെറൈറ്റി വെറൈറ്റി. അതെ. അപ്പൊ ശ്രേയ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, അടിപൊളിയായിട്ട് പോകുന്നു. കോളേജും പാട്ടുകളും ഷോസും എനിക്കായിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച ലൈഫായിട്ട് പോകുന്നു. വളരെ ചെറുപ്പം തൊട്ടേ ഫെയിം, ആളുകളുടെ അറ്റൻഷൻ ഒക്കെ കിട്ടി വളർന്ന ഒരാളാണ്. ശരിക്കും അതിലെന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് കൂടുതലും എൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് കുറേ മിസ്സായിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ അനിയനോ അവൻ്റെ ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്ത പോലെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യം. കാരണം എനിക്ക് ഇപ്പോഴും സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ ബസ് കയറി സ്കൂളിലേക്ക് പോകലോ അങ്ങനത്തെ ഒരു ഇപ്പം കുറേ പേര് പറയല്ലോ നമ്മൾ സ്കൂൾ വിട്ട് തന്നെ നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടേ ഇല്ല. എന്നെ ഒന്നെങ്കിലും ഓട്ടോ മാമൻ ഒരാളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അപ്പം സ്കൂൾ കഴിയുമ്പോൾ പുള്ളി അവിടെ ഉണ്ടാവും, നേരെ കയറും. അങ്ങനത്തെ ഒരു റുട്ടീൻ എനിക്ക് സ്കൂൾ കാലത്ത് മൊത്തം. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കുറച്ച് ചില കാര്യങ്ങൾ എനിക്ക് ബസ് കയറി സ്കൂളിൽ പോകണം, അതുപോലെ അതുപോലെ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഞാൻ കാണും ഞാൻ ഈ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സിപ്പൊക്കെ വലിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ബസ് കയറാൻ വേണ്ടി. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു, അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ഒരു ഇതായിരുന്നു. പിന്നെ അതുപോലെ
മിസ്സായിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ എന്നാലും എൻ്റെ സ്കൂൾ നല്ല സപ്പോർട്ടീവ്. അപ്പം അതുകൊണ്ട് മാക്സിമം ഞാനുള്ള ഡേറ്റിനൊക്കെ നോക്കിയിട്ട് വെക്കാനൊക്കെ ഫാദർ ശ്രമിക്കുമായിരുന്നു. അപ്പം ടൂർ പോകാതെ അങ്ങനെ വിഷമം വരാറുണ്ട്. പിന്നെ ഇതുപോലെ ഓണം സെലിബ്രേഷൻസ്, ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്ന അവസരങ്ങളാണല്ലോ. അതൊക്കെ മിസ് ചെയ്യുമ്പോൾ അന്ന് ഭയങ്കര വിഷമമായിരുന്നു. കുറേ ചൈൽഡ്ഹുഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു വിഷമമാണ്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു ടീച്ചറിന്റെ പേര്, ഒറ്റ ടീച്ചറിന്റെ പേര് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ആരുടെ പേര് ഓർമ്മ വരും? ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തേക്കുന്നത് എനിക്ക് ടീച്ചറല്ല പറയാൻ പറ്റും, എനിക്ക് പ്രിൻസിപ്പളാണ്. കാരണം ഞാൻ പ്രിൻസിപ്പളുടെ അത് ആ സ്കൂളിൽ മൊത്തം ശ്രേയ പ്രിൻസിപ്പളുടെ ആളാണ് അങ്ങനെയായിരുന്നു എല്ലാവരും പറയാം. ശ്രേയയുടെ അടുത്ത് സീക്രട്ട് പറയേണ്ട, അവള് പ്രിൻസിപ്പളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് വരെ അകറ്റിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. കുറച്ചു കാലം ഞാൻ അതിന്റെ മുകളിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫാദർ തന്നെയാണ് എനിക്ക്. ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയെന്ന് പറഞ്ഞാൽ പാര വെക്കാല്ല. ഞാൻ എൻ്റെ ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ക്ലോസ് ആയിട്ട് ഞാൻ എല്ലാം അല്ല, പക്ഷെ അങ്ങനെ കുറ്റമായിട്ട് ഞാൻ പറയില്ല. പക്ഷെ അതായത് ഇപ്പൊ മെയിൻ ആയിട്ട് പ്രശ്നം അന്നത്തെ ടൈമിൽ ഈ റിലേഷൻഷിപ്പ്, അത് അവനിഷ്ടാണ്, ഇത് ക്രഷാണ്, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ആ കാലത്ത്. അപ്പൊ അതൊക്കെ ഫാദർ അടുത്ത് പറയുമ്പോൾ എനിക്കൊരു ചമ്മലൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ബാക്കി എന്റെ ഡെയിലി എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടാ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയാറില്ല. പക്ഷെ എന്തുകൊണ്ടോ അന്ന് മുതലേ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, അങ്ങനത്തെ വിഷമങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ആ ടൈമിൽ. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ശ്രേയക്കുട്ടി എന്ന് പറയുമ്പം അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രേക്ഷകർ കാണുന്നത് ഒന്ന് മീനാക്ഷിനെയും ഒന്ന് അനിഖേനെയാണ്. ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെ? ഞങ്ങൾ തമ്മിലുള്ള മീനാക്ഷിയുടെ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അമർ അക്ബർ അന്തോണി മൂവി അതിന്റെ ഓഡിയോ ലോഞ്ചിന് അന്നാണ് ഞാൻ മീനാക്ഷിനെ ആദ്യമായിട്ട് കാണുന്നത്. മീനാക്ഷി ഇങ്ങനെ ഓടിക്കളിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. പക്ഷേ നമ്മൾ ഇപ്പോഴാണെങ്കിലും നമ്മൾ അന്നും അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ വിളിക്കലോ അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര റെയറായിട്ടായിരുന്നു. അന്ന് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഫോണില്ല, അച്ഛന്മാരോ അമ്മമാരുടെ ആരെങ്കിലും ഫോണത്ത് വേണം വിളിക്കാം. അതുകൊണ്ട് തീരെ വിളില്ല. ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ അങ്ങനെ വിളിക്കൽ കാര്യങ്ങൾ ഷെയർ ചെയ്യലൊന്നുമില്ല. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ആ ബോണ്ട് ഇപ്പോഴും ഉണ്ട്. അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ഫാക്ടറാണ് ഞങ്ങൾക്കിടയിൽ. കാരണം എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടാലും എടി പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഡെയിലി സംസാരിക്കുന്നില്ലെങ്കിലും ആ ഒരു ബോണ്ടിങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ് മീനാക്ഷി എൻ്റെ. പിന്നെ അനിക അതുപോലെ. അനികനെ കുറച്ച് നല്ല പ്രായം മുതലേ അറിയാം. കാരണം അനിക കോഴിക്കോട് തന്നെയാണ് അവളെ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പരിചയപ്പെട്ടത്. പക്ഷെ ഇപ്പം എൻ്റെ കോളേജിൽ സീനിയർ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരേ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സിൽ നിന്ന് എടാ പാലുണ്ടോ, എടാ മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ എന്ന് വെച്ച് വിളിക്കുന്ന ഒരു ബോണ്ടിങ്ങിലേക്കായി. മറ്റേ മീനാക്ഷിനെ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനാക്ഷി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പണ്ട് പറയായിരുന്നു നമുക്ക് കുറച്ച് വലുതായിട്ട് സ്വന്തമായിട്ട് കാറൊക്കെ ഓടിച്ച് സ്വന്തമായി നമുക്ക് രണ്ടുപേർക്കും യാത്ര പോകണം, കാർ ഓടിച്ച് പോകണം, നീ ഓടിക്കണം, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. അങ്ങനെ ട്രിപ്പുകൾ ഏതെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല, നടന്നിട്ടില്ല. അതിനെ പറ്റിയൊന്നും മിണ്ടാത്തതാണ് നല്ലത്. ഇതുവരെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. പ്ലാനിങ്ങോ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം പണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് അവള് ലൈസൻസും കുറച്ച് കാലത്തിന് ശേഷം എടുത്തു. ഇപ്പോഴും എടുത്തോന്ന് എനിക്കറിയില്ല, എടുത്ത് തോന്നുന്നു അവളപ്പൊ ഞാൻ ലൈസൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ ഒന്ന് ലൈസൻസ് എങ്കിലും എടുക്കും, നമുക്ക് എവിടെയെങ്കിലും പോകണ്ടേ, പിന്നെ അതിനെ പറ്റി ഒരു വർത്താനം ഉണ്ടാവില്ല. അങ്ങനെയാണ്. ഞാൻ ഒരു 5 പേരുടെ പേര് പറയാം. അവരെ പറ്റിയിട്ട് പറയുമ്പം ശ്രേയയുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെന്റ് ഒന്ന് പറയാം. ഒന്ന് സുജാത മാമിനെ ആൻറ്റീനെ എപ്പം ഞാൻ കണ്ടാലും ഞാൻ ഇങ്ങനെ നമ്മൾ ചെറുതാകുമ്പം വളരുമല്ലോ, അപ്പം ഇങ്ങനെ നീളം വെച്ച് വരുമ്പം ഒരു പ്രാവശ്യം ആൻറ്റീനെ കണ്ടപ്പോൾ ഞാൻ ആൻറ്റീനേക്കാളും നീളം വെച്ചു. അപ്പം എന്നോട് നിന്നോട് ആരാടി എന്നെക്കാളും നീളം വെക്കാൻ പറഞ്ഞത്, താഴെ കുനിഞ്ഞ് നിൽക്കണി നിറു. എന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഗ്രൂപ്പിൽ ഫോട്ടോ എടുക്കുന്നത്, ഒരു അവാർഡ് ഫംഗ്ഷനാണ്. ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ സുജാത ആൻറ്റീൻ്റെ അടുത്താണ് ഞാൻ പോയി ഇങ്ങനെ നിന്നത്. എന്നെ പിടിച്ച് ആൻറ്റി ഉന്തി കുരിച്ചു. ഞാൻ ഇങ്ങനെയാ ഫോട്ടോയിൽ നിൽക്കുന്നത് ആൻറ്റീൻ്റെ അടുത്ത് ഇങ്ങനെ. അത് നല്ലൊരു മെമ്മറിയാണ് സുജാത ആൻറ്റീൻ്റെ കൂടെ. അനുരാധ മാം എന്നെ ശ്രീയ കുട്ടി എന്നാണ് എപ്പോഴും. അനുരാധ മാം അതുപോലെ സൂര്യ സിംഗറിലും ജഡ്ജായിരുന്നു. അതുപോലെ സൺ ടി വിയിലും ഞാൻ റിയാലിറ്റി ഷോയിൽ പോയിട്ടുണ്ടായിരുന്നു, അതിലും ജഡ്ജായിരുന്നു. അപ്പം ആ ടൈം മുതൽ ആൻറ്റി പറയും ഞാൻ ഈ കുട്ടീനെ ദത്തെടുത്തോട്ടെ എന്ന് എപ്പോഴും എൻ്റെ അമ്മയോട് ചോദിക്കും, ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം കുറച്ച് കാലം ഞാൻ അനുരാധ മാമിൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, കർണാടക സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒരു 2-3 മാസം പോയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ വൈകുന്നേരം പാട്ട് പഠിച്ചാൽ ബീച്ചിലൊക്കെ പോവും. ബീച്ചിൽ പോയിട്ട് എനിക്ക് മറ്റേ ബജ്ജിയൊക്കെ വാങ്ങിക്കും, ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇത് വർത്താനൊക്കെ പറയും. പക്ഷെ ഇപ്പം കണ്ടിട്ട് കുറേ ആയി. ഇപ്പം നമ്മൾ കോണ്ടാക്ട് ഉണ്ട്, എന്നാലും കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ. മീനാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കഥകളാണ്. ഏതാ എടുക്കണ്ടെന്ന്? അതെ, നമ്മള് ഈ ക്രൈം പാർട്ട്നേഴ്സ് ഒക്കെ പറയില്ല, അതുപോലെ ഞങ്ങൾ ആ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ അങ്ങനെ ബോണ്ടായതുകൊണ്ട് നമുക്ക് കുറേ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു.
കാരണം മീനാക്ഷിക്ക് ഇതുപോലെ സ്കൂളിൽ പോകാനും പറ്റില്ല, അവർക്ക് അങ്ങനെ സ്കൂളിൽ നാട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഫ്രണ്ട്സ് കുറവാണ്, എനിക്കും അതുപോലെ തന്നെ. അപ്പം ഞങ്ങൾക്ക് ആകെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ആ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദുബായിൽ നമ്മുടെ അമർ അക്ബർ അന്തോണീൻ്റെ 75th ഡേ സെലിബ്രേഷന് പോയി. അപ്പം നമ്മളെ കൂടെ ഉള്ളത് എൻ്റെ അച്ഛനും അവളുടെ അച്ഛനാണ്. രണ്ടുപേരും മടിയന്മാർ അറ്റ് പീക്കാണ് അച്ഛന്മാരെ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പിന്നെയും നമ്മൾ സ്ഥലം കാണാൻ അല്ലെങ്കിൽ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അച്ഛൻ ആ റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നേരെ ആ പുതപ്പ് ഇങ്ങോട്ട് പൊക്കും, കിടക്കും, ഫോണ് ചാർജിൽ കുത്തും, കിടക്കും. ഇതാണ് എൻ്റെ അച്ഛനും മീനാക്ഷിയുടെ അച്ഛനും. രണ്ടുപേരും കൂട്ടി അവസാനം ഞങ്ങൾ ഇങ്ങനെ റൂമിലിരിക്കുക, പുറത്തുള്ള ബുർജ് ഖലീഫയും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പുറത്ത് പോകാൻ ഒരു രക്ഷയില്ല, അവർ എണീക്കുന്നില്ല. അവൾ എൻ്റെ റൂമിലേക്ക് വന്ന് ഞങ്ങൾ അവിടെ അടുക്കള ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട് അവിടെ, ആ കിച്ചണിൽ പോയിട്ട് ഞങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്യാന്ന് വെച്ചു. കുക്ക് ചെയ്യാൻ സെൻസ് ഒന്നുമില്ല അവിടെ കുക്ക് ചെയ്യാൻ, ആകെയുള്ളത് ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടി. ഞങ്ങളൊരു പാത്രം എടുത്ത് കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ മുറിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എന്നിട്ട് അതെ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചായപ്പൊടിയൊക്കെ വിതറിയിട്ട് കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ട് 2 ലേശം പഞ്ചസാരയൊക്കെ ഇട്ട് എന്നിട്ട് അത് നല്ലപോലെ നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്തു. അതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട് ഇപ്പോഴും എനിക്ക് അതിന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് നമ്മളെന്തോ നേടി പോലെ ഇരുന്നു. എന്നിട്ട് അച്ഛന്മാർക്ക് തിന്നാനൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഇതെന്താ സാധനമൊക്കെ ചോദിക്കും, വേണ്ട തിന്നണ്ട, ടിഷ്യൂ ആണ്. അതൊക്കെ നല്ലൊരു ഓർമ്മയാണ് മീനാക്ഷിൻ്റെ കൂടെ ഉള്ളത്. വേണുഗോപാൽ സർ നമ്മൾ റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് വേണുഗോപാൽ പരിചയപ്പെടുന്നത്. പക്ഷേ ഷോ കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം കണ്ടാലും എൻ്റെ പാട്ടിനെ പഠിത്തം, അതുപോലെ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നല്ലപോലെ അറിയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കാണുമ്പോൾ എപ്പോഴും ആ പണ്ടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ഇപ്പോഴും കാണിക്കുന്ന ഒരു ആളാണ് വേണുഗോപാൽ. അപ്പം എനിക്ക് എപ്പോഴും വേണുഗോപാലെ കാണുമ്പോൾ നമ്മൾ പണ്ട് ഞാനിങ്ങനെ പാടുമ്പോൾ ഞാൻ പാടുന്ന ഓരോ കോമഡി സാധനങ്ങളൊക്കെ ഒരു വേണുഗോപാൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും. ആ ചിരിക്കാണ് എനിക്ക് എപ്പോഴും വേണുഗോപാലെ കാണുമ്പോൾ ഓർമ്മ വരാറ്. ഓക്കെ. അനിക്കേന്റെ കൂടെ നല്ല എന്തോ വന്നു എന്നിട്ട് അത് വിഴുങ്ങിയതാ? വിഴുങ്ങിയതല്ല, നമ്മള് അത് കുറച്ച് അത് എന്റെ സീക്രട്ട് ഞാൻ റിവീൽ ആയി പോയില്ലേ, അതുകൊണ്ട് അതില്ല. വേറെ എന്തെങ്കിലും കഥ. അനികയുടെ കൂടെ വേറെ കഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പം ഞങ്ങൾ ഭയങ്കര ബോണ്ടായിട്ടുള്ള ഫ്രണ്ട്സ് അല്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇതാക്കും. അത് അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് എൻ്റെ. ലൈക്ക് എവിടെയൊക്കെ പോയാലും അവിടെ അനിക്ക ഉണ്ട് എന്നൊരു അവസ്ഥയാണ് എനിക്ക്. കാരണം കോഴിക്കോട് വീട്ടിൽ അവിടെയൊക്കെ പോയാൽ എൻ്റെ അമ്മയും അനിക്കയുടെ അമ്മയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് അവരിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ വണ്ടി ഓടിക്കാനുണ്ടാവുക അനിക്കായിരിക്കും, എൻ്റെ വണ്ടി ഓടിക്കാനുണ്ടാവുക ഞാനായിരിക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും പോകേണ്ടത്. പിന്നെ കോളേജിലാണെങ്കിലും അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ജേർണലിസം എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുന്നത്. കാരണം അവൾ ഇതേ സെയിം കോഴ്സായിരുന്നു പഠിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഞാൻ കോളേജിൽ ഫസ്റ്റ് ഡേ ഒക്കെ പോയപ്പം ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് ഈ ബോണ്ടൊന്ന് കോളേജിൽ വെക്കണം, നമുക്കൊരു വേറെ തന്നെ ബോണ്ട് കോളേജിൽ പിടിക്കാം. എങ്ങനെ പിന്നെ കോളേജിൽ കയറിയപ്പോൾ പിന്നെ ഞങ്ങൾ കണ്ടാൽ മൈൻഡ് കൂടി ചെയ്യില്ല, ആ സാധനം മാത്രം. അതാണ് ഞങ്ങൾ കോളേജിലത്തെ ഒരു സ്റ്റോറി. എന്ത് പറ്റി ഇങ്ങനെ ഈ പറഞ്ഞ അതിരി ജേർണലിസം കോഴ്സ്? ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഉണ്ട്, ഇപ്പം മ്യൂസിക് കോഴ്സ് ഉണ്ട്, എന്തുകൊണ്ട് എന്തുകൊണ്ട് മാറി ചെയ്തു? അത് എനിക്ക് ശരിക്കും പഠിക്കാൻ ആഗ്രഹം മ്യൂസിക് പ്രൊഡക്ഷൻ എന്നൊരു കോഴ്സായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കുമ്പം ഒരു ഡിഗ്രി കോഴ്സായിട്ട് എടുത്ത് പഠിച്ച അത്രയും 3 ഇയേഴ്സോളം പഠിക്കാനുള്ളൊരു സാധനമില്ല. നമ്മുടെ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വെറുതെ 3 വർഷം ഈ ഒരു ചെറിയ സാധനം പഠിക്കാൻ വേണമെന്നുള്ളത് വിചാരിച്ചു. പിന്നെ വെച്ച് പുറത്ത് പോകാമെന്ന്. അങ്ങനെ ആ പ്ലാനുകളൊക്കെ +2 കഴിഞ്ഞ് വന്നപ്പോഴാണ് ലോക്ക്ഡൗണും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൊറോണ അങ്ങനത്തെ സീനുകളൊക്കെ വന്നു. അപ്പോൾ പിന്നെ വെച്ചു എന്നാൽ പിന്നെ പോക്ക് വേണ്ട. പിന്നെ ഷോസും കുറേ വരാൻ തുടങ്ങി. അപ്പോൾ ഷോസ് വേണ്ടാന്ന് വെച്ചിട്ട് പഠിക്കാൻ പോകാനൊന്നും മാത്രം എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ അതെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്ത് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു വർഷം ഞാൻ ബ്രേക്ക് എടുത്തു. എന്ത് തീരുമാനിക്കണം എന്നോർത്ത് ബ്രേക്ക് എടുത്തു. പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചില്ല, ഒരു വർഷം വെറുതെ കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇതേമാതിരി പ്രിൻസിപ്പൾ പറഞ്ഞു നീ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കുകയുള്ളൂ, എന്തെങ്കിലും ഡിഗ്രിക്ക് പോയി ജോയിൻ ചെയ്യുക, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് നല്ലതല്ലേ എപ്പോഴും എന്ന് പറഞ്ഞു. അപ്പോൾ അതാ അനിക്കയുടെ വീട്ടിലെ പാലുകാച്ചലിന് പോയതായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞാ നീ ജേർണലിസത്തിലേക്ക് എളുപ്പമാണ് പറഞ്ഞാൽ അങ്ങനെ തന്നെ പറഞ്ഞു. അവിടെ തന്നെ കോളേജിൽ അപ്ലൈ ചെയ്തു, വിളിച്ചു, കാര്യങ്ങളൊക്കെ സെറ്റാക്കി. കോളേജ് തുടങ്ങുന്ന 2 ദിവസം മുൻപ് നേരെ അഡ്മിഷനൊക്കെ എടുത്തു. എങ്ങനെ എളുപ്പമാണോ? വലിയ ബുദ്ധിമുട്ടില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശ്രേയക്കുട്ടിയുടെ ഒരു പ്ലേലിസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 3 സോങ്സ് റെക്കമെൻഡ്, ഇപ്പം പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കുമ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു 3 സോങ്സ് ഏതൊക്കെയായിരിക്കും? ഇപ്പം റീസെൻ്റ്ലായിട്ട് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ലൈക്ക് പവർഫുൾ ട്രാക്സ് ആണ് കൂടുതലും എനിക്കിഷ്ടം. ഞാൻ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് റാപ്പ് കേൾക്കുമായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ. അതായത് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ റാപ്പ് ഇട്ട് കൂടെ പാടി അങ്ങോട്ട് പോകും, കണ എന്ന് പറഞ്ഞ് പാടി പോകും. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര സായ അഭ്യങ്കർ ഫാനാണ്. എനിക്ക് പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ സായ അഭ്യങ്കർ സോങ്സ് മാത്രമായിട്ട് അതാണ് വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യം വെക്കാം. അല്ലെങ്കിൽ എനിക്ക് വേറൊരു മറ്റേ റൊമാൻറ്റിക് സോങ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ അങ്ങനത്തെ പാട്ടുകൾ മാത്രമുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലത്തെ കുറച്ച് പാട്ടുകളൊക്കെ ഇപ്പോൾ പാടാൻ വന്നേ ഏത് പാട്ട് ടക്കെന്ന് പാടാൻ പറ്റും?
ഏത് പ്ലേലിസ്റ്റിലെ പാട്ട് പാടും? തൊണ്ടവേദന ഒന്നും പറയരുത്. തൊണ്ടവേദന ഒന്നുമില്ല. ഏത് പാട്ട് പാടും എങ്ങനെയാണെങ്കിൽ മൂങ്കിൽ തോട്ടോ മൂലിക വാസോ നിറഞ്ച മോനോ നീ പാടും ഗീതോ പൗർണമിരവ് പനി വീഴും കാട് ഒത്തയടിപ്പാത കൂട പൊടി നട ഇത് പോതു എനക്ക് ഇത് പോതുമേ വേറെന്ന വേണു നീ പോതുമേ ഇത് പോതു എനക്ക് ഇത് പോതുമേ വേറെന്ന വേണു നീ പോതുമേ. എനിക്ക് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ശ്രേയക്കുട്ടിനെ നേരിട്ട് കിട്ടിയാൽ ഒരു പാട്ട് പഠിക്കണം. ഇപ്പം ലൈഫിൽ എനിക്ക് ഈ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു പേഴ്സൺ, അത് ഏതൊരു സിംഗറിനും റഹ്മാൻ സാർ തന്നെയായിരിക്കും പറയാൻ. അതല്ലാതെ കാരണം ഞാൻ റഹ്മാൻ സാറിനെ 2-3 തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഭയങ്കര ഞാൻ സ്റ്റേജിൽ അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഞാൻ ഐഫ അവാർഡ് മിനുങ്ങുമിന്നാണ് പാട്ടിന് വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ എന്തിങ്ങനെ അവാർഡ് വാങ്ങി പാട്ട് പാടും, അതായത് അവാർഡ് കയ്യിൽ വെച്ച് ഞാൻ മിനുങ്ങുമിന്നാണെങ്കിൽ പാടുമ്പോഴാണ് റഹ്മാൻ സാർ കയറി വരുന്നത്. എൻ്റെ കാല് മുതൽ ഇങ്ങനെ തല വരെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം അതുവരെ ഒരു സൈലൻസ് ആയിരുന്നു ആ വെന്യൂവിൽ മൊത്തം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുറേ ബോഡി ഗാർഡ്സും അതുപോലെ കുറേ മീഡിയക്കാരും എല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഒരാളിങ്ങനെ നടന്നു വരുന്നത് ആരാന്നാണ് ഞാൻ പാടുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കുന്നത്. അവിടെ അങ്ങോട്ട് വന്ന് ആ സിംഹാസനത്തിൽ ഇരുന്നപ്പോഴാണ് അമ്മേ. അപ്പോൾ പേടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ അമ്മയച്ഛനും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതാന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അമ്മ. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അമ്മ ഫോൺ ഇങ്ങനെ തന്നൊരു ഫോട്ടോ എടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ അവാർഡ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവാർഡ് കയ്യിൽ വെച്ച ഫോട്ടോ എടുത്തു. അങ്ങനെ ഞാൻ പോയിട്ട് അങ്ങനെ പറഞ്ഞു ഞാൻ സിംഗറാണ്. അവൻ യു സാങ് വെൽ എന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് ഞാൻ ആ അവാർഡും വെച്ചിട്ട് എനിക്കൊരു സെൽഫി ഉണ്ട്. പക്ഷെ അതിനുശേഷം കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇതിനൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്ന് ഒരുപാട് ഡീപ് ഡൗൺ ആഗ്രഹമുണ്ട്. പാട്ടുകാരി എന്ന നിലയിൽ ഏൺ ചെയ്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങിച്ച ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു സാധനം എന്താ? ഞാൻ 2 ഫ്ലാറ്റ് വാങ്ങി. 2 ഫ്ലാറ്റ് വാങ്ങിച്ചു. ഞാൻ ആലുവയിലും അതുപോലെ വൈറ്റിലും ഒരു ഫ്ലാറ്റ്, അങ്ങനെ 2 ഫ്ലാറ്റ് വാങ്ങി. അതായിരിക്കും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എറണാകുളത്ത് കൂടുതലും വർക്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ആയപ്പോഴാണ് ആലുവയിൽ ആദ്യമായിട്ട് ഫ്ലാറ്റ് വാങ്ങുന്നത്. പക്ഷെ പിന്നെ കോളേജും കാര്യങ്ങളൊക്കെ വന്നപ്പം ആലുവയിൽ നിന്ന് തേവര വരെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി. സീക്രട്ട് ഹാർട്ട് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ വരെ പോകുന്നത് ലൈക്ക് 45 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത് രാവിലെ ഏർലി മോർണിംഗ് എണീക്കണം എന്നൊക്കെ ഉള്ളൊരു സീനൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ മെല്ലെ ടൗണിലേക്ക് മാറണം എന്നും കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വൈറ്റിലെയും ഒരു നല്ലൊരു ന്യൂ പ്രോപ്പർട്ടിയാണ്. ആലുവയിൽ ഓൾറെഡി ഉണ്ടായിരുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇതിപ്പം ബിൽഡിംഗ് സ്റ്റേറ്റിൽ തന്നെ വേഗം അങ്ങനെ വാങ്ങിച്ചു. ഈ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കുമല്ലോ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇത്ര ഏജ്ഡായി. അപ്പോൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഒരു മാനേജ്മെന്റ് എങ്ങനെയുണ്ട് ശ്രേയക്കുട്ടിയുടെ? എങ്ങനെയാണ് അച്ഛൻ തന്നെയാണോ അതോ ശ്രേയക്കുട്ടിയുടേതായ ഒരു പോക്കറ്റ് മണി കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ? എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്ക് 18 വയസ്സായി നമ്മൾ GPay ഒക്കെ എടുത്ത സമയത്ത് അമ്മയും അച്ഛനും ഇതുപോലെ പറഞ്ഞത് ഓക്കെ എങ്ങനെയാച്ചാൽ പൈസ ഓർത്ത് ലൈക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ആവശ്യം അനാവശ്യം അത്യാവശ്യം എന്നൊരു സാധനം ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നീ ഓർക്കണം. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അലമാരൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത കുറേ ഡ്രസ്സുകളാണ്. ഞാനത് ഇട്ടിട്ട് പോലും ഇല്ല, ഇടാത്ത പല ഡ്രസ്സുകളുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ എൻ്റെ അമ്മ പറയും നിനക്ക് കണ്ണിൽ മറുവെന്ന് പറയും. അതെന്താ സാധനം എന്നോട് അമ്മ പറയുന്നതാ. അപ്പോൾ ഇങ്ങനെ പറയാം ഓരോ സാധനം കണ്ട് വാങ്ങിക്കുക. കാരണം ഫോണിൽ നമുക്ക് ഇങ്ങനെ UPI അടിച്ചിട്ട് കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആലോചിക്കണം ഇത് നിനക്ക് ആവശ്യമാണോ അല്ലേ അത്യാവശ്യമാണോ അനാവശ്യമാണോ, ഇങ്ങനെ 3 ആലോചിച്ചിട്ടേ ഒരു സാധനം എടുക്കാൻ പാടുള്ളൂ. ഞാൻ ഈ ഫോൺ ഈ UPI എടുത്തതിന് ഉടനെ തന്നെ ക്യാഷ് ബാക്ക് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഓരോ നോട്ടിഫിക്കേഷൻസ് വരുമല്ലോ, ഇതിന് ഇത്ര % ഓഫ് നിങ്ങൾ ഇങ്ങനെ ഇതെടുത്തോണ്ട്. അങ്ങനെ പിന്നെ ലിപ്സ്റ്റിക്കും അതും ഇതും ഓർഡർ ചെയ്യലായി, ഓൺലൈൻ പർച്ചേസ് ആയിട്ട് ഫുള്ള്. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞു ഓക്കെ നമുക്ക് മെയിൻ അക്കൗണ്ട് ഞങ്ങൾ തന്നെ മാനേജ് ചെയ്യാം, നിനക്ക് വേറെ അക്കൗണ്ട് അതിലേക്ക് നിനക്ക് ഇട്ട് തരാം. ഇത് ശരിയാവൂല, ഇങ്ങനെ പോയാൽ ശരിയാവൂല, ഇങ്ങനെ പോയാൽ ഇനി അടുത്ത ഫ്ലാറ്റ് വാങ്ങാൻ പറ്റൂല, അങ്ങനത്തെ ഒരു കോമഡി. അപ്പൊ പിന്നെ ഞാനും വെച്ചു അത് ഞാൻ നല്ല. പിന്നെ ഇപ്പം മെല്ലെ മെല്ലെ ഞാൻ മാനേജ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ വേറൊരു ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കിട്ടുന്നത് അപ്പൊ തന്നെ സേവ് ചെയ്തു, അങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അപ്പോൾ അത് എന്താണ് ആ ഒരു മൊമെന്റ് എന്നുള്ളതൊന്ന് പറയണം. ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി
വീപ്പിംഗ് ബോയ് മൂവിയിൽ പാടി. എനിക്ക് തോന്നുന്നു അതിൻ്റെ എന്തോ മൂവിയുടെ എന്തോ ഒരു ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അതിന് ആണ് ആ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അന്നാണ് പി ജയചന്ദ്രൻ സാറെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അന്നെടുത്തൊരു ഫോട്ടോ ആണത്. സാറിൻ്റെ അല്ലാതെ സാറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അല്ലാതെ സാറായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ കാണുമ്പോൾ ഈ കുട്ടി വളർന്നില്ലേ ചോദിക്കാൻ എന്നോട്. അപ്പം വളർന്നു അങ്കിൾ. അതാണ് എനിക്ക് അങ്കിൾ കൂടെ കുറേ ഒരുപാട് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അയ്യോ, എൻ്റെ ലൈഫിൻ്റെ വേറൊരു പാർട്ട് അത്. അവനിപ്പം 17 വയസ്സായി. അവൻ പ്ലസ് 1 പഠിച്ച് പ്ലസ് 2ലേക്ക് കയറി. അവൻ ചെറുപ്പം മുതലേ എനിക്ക് വേണ്ടി ഒരുപാട് അവനും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ 2.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഷോസിനും കാര്യങ്ങൾക്കൊക്കെ റിയാലിറ്റി ഷോസിനൊക്കെ കൂടുതൽ പോകുമ്പോൾ അമ്മ തന്നെയായിരുന്നു വരാറ്. അപ്പോൾ ആ ടൈമിൽ അവനൊന്നെങ്കിൽ അമ്മമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കോ അങ്ങനെയൊക്കെ നിൽക്കേണ്ട കുറേ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആ ചൈൽഡ്ഹുഡ് ടൈമിൽ അവന് കുറച്ചും കൂടെ പാരൻസിനെ മിസ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് എൻ്റെ കൂടെ വരാതിരിക്കാൻ പറ്റില്ല. അച്ഛനാണെങ്കിൽ അച്ഛൻ്റെതായ ബിസിനസ്സും കാര്യങ്ങളും, അച്ഛൻ ട്രാവൽ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ചിലപ്പം പാലക്കാട്, കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഇവൻ കൂടുതലും ഇവൻ്റെ ചൈൽഡ്ഹുഡ് എനിക്ക് തോന്നുന്നു അമ്മമ്മയുടെയും അമ്മച്ചൻ്റെയും ഒക്കെ കൂടെ തന്നെയായിരിക്കും. നമ്മളെ വീട്ടിൽ തന്നെ അമ്മമ്മയും അമ്മച്ചനും വന്ന് നിന്ന് അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അവന് പാട്ട് ആദ്യം വെറുപ്പായിരുന്നു. ആദ്യം കാരണം കാണുന്നവരെല്ലാവരും ശ്രേയൻ്റെ അനിയൻ പാടൂലേ എന്ന് നോക്കുമ്പോൾ അവന് ദേഷ്യം വരും. അവന് എന്തോ ആ ചോദ്യം കൊണ്ട് പിടിക്കില്ല. അപ്പോൾ അവനെന്തെങ്കിലും തർക്കത്തിലൊക്കെ പറയും. പക്ഷേ നമ്മുടെ കൊറോണയൊക്കെ വന്ന സമയത്ത് വീട്ടിൽ ഒരു പണിയും ചെയ്യാതില്ലാതപ്പം ഒരു കീബോർഡ് ഉണ്ട്. അപ്പോൾ പിന്നെ കീബോർഡിൽ ഇങ്ങനെ വായിച്ച് തുടങ്ങി. പിന്നെ കീബോർഡ് വായിച്ച് പാടാൻ തുടങ്ങി. അങ്ങനെ പാടി പാട്ടിനോട് വലിയ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പാട്ട് പഠിക്കാൻ ചേർത്തു. നമ്മളെ സോങ് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഫോളോവേഴ്സൊക്കെ കൂടി. അപ്പം ചേച്ചി എനിക്ക് ഫോളോവേഴ്സൊക്കെ കൂടിയുണ്ട്, കുറച്ച് പാട്ടുകൾ ഞങ്ങൾ പാടിടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ പറയും ഇട് എന്ന് പറയും. അപ്പം പിന്നെ ഓരോ പാട്ടിടുന്നത്. അപ്പം ഇന്നും കൂടി എനിക്ക് 2 പാട്ട് പാടി വെച്ചിട്ടുണ്ട്. ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എൻ്റെ അടുത്തും ചോദിക്കും. എൻ്റെ അടുത്ത് മാത്രമേ ചോദിക്കുള്ളൂ, അയച്ച് സീനല്ലേ സീനാണ് കണ്ടിന്യൂ ചെയ്താന്ന് പറയും. അങ്ങനെ ഒരു ഞങ്ങൾക്ക് ശരിക്കും അമ്മ പറയും നമുക്ക് വേറൊരു സിബ്ലിങ്സും തമ്മിലില്ലാത്തൊരു ബോണ്ടിങ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ. കാരണം പല സിബ്ലിങ്സും എനിക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ക്ലോസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, വീട്ടിലുള്ള എൻ്റെ അനിയൻ അത്ര അല്ലാതെ ഇപ്പം ഞാനും എൻ്റെ അനിയനും എൻ്റെ അറിയാത്ത ഒരു കാര്യമില്ല അവനാണെങ്കിലും പിന്നല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വരും. ഈവൺ അമ്മയ്ക്കും അച്ഛനും അറിയാത്ത പല കാര്യങ്ങളും എനിക്കും നമുക്ക് തമ്മിൽ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് അമ്മ പറയും നിങ്ങൾ അങ്ങനെ ക്ലോസ് ആയി നിൽക്കുമ്പോൾ കാണുമ്പോഴാണ് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം നമ്മൾ എപ്പോഴും പറയാറ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടോന്നോ? എന്ത് ചോദ്യം! ഞാൻ ഭയങ്കര ബോണ്ടിങ് എന്നൊക്കെ സോഷ്യലൈസ് ചെയ്ത് ചോദിച്ചതോ? തെറ്റിദ്ധരിച്ചു. നമ്മള് അടിപിടിക്കൊന്നും ഒരു കുറവില്ല. കാരണം അവന്റെ സ്വഭാവം എങ്ങനെ വെച്ചാൽ അവനിങ്ങനെ അവൻ എന്തെങ്കിലും ഒരു മൂഡ് വന്നിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ വെറുപ്പിക്കും. അമ്മേന്റെ അടുത്ത് പോയി വെറുപ്പിച്ച ഒറ്റൊന്ന് കിട്ടും, ഇങ്ങോട്ട് പോരും. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വെറുപ്പിക്കും, ഞാൻ മൂട്ടു നിർത്ത് എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തു, നമ്മളിങ്ങനെ റേജ് ബേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവസാനം എൻ്റെ കയ്യിൽ നിന്നൊന്ന് പൊട്ടും. എന്നിട്ട് ഇങ്ങനെ അടിയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കും. കുറച്ചേരം ഇങ്ങനെ വീണ്ടും വെറുപ്പിക്കാൻ തുടങ്ങും. അത് ഭയങ്കരമായിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അടിയാവും, പിന്നെ അമ്മ ഇടപെടും. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ്. അമ്മേ അയ്യോ, അത് ആകെ ഒരൊറ്റ തവണ ഞാൻ ആ വ്യക്തിനെ കണ്ടിട്ടുള്ളൂ. അത് ആ ഫോട്ടോ എടുക്കുന്നത് നമ്മളെ എൻ്റെ ടീച്ചർ ബിന്നി കൃഷ്ണകുമാർ മാമിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളെ ഗ്രേറ്റ് ഗുരുജിയുടെ ബർത്ത്ഡേൻ്റെ അന്ന് നമ്മൾ കീർത്തനങ്ങൾ പാടുന്നുണ്ടായിരുന്നു. അപ്പം ബിന്നി മാമും ഉണ്ട്, ബാക്കി സ്റ്റുഡൻസും ഉണ്ട്, അപ്പം എല്ലാവരും ഉണ്ട്. അപ്പം അന്ന് ആ ബാലമുരളി കൃഷ്ണ അവാർഡ് SPB സാറിനായിരുന്നു. അപ്പം SPB സാറിന് അവാർഡ് SPB സാറാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് മെല്ലെ പോയിട്ട് പറഞ്ഞു, സാർ ഞാൻ വലിയ ഫാനാണ്, ഞാൻ ശ്രേയ, ഞാൻ സാറിൻ്റെ കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, കന്നഡയിൽ ഈ പാട്ട് രക്കയ്യ പറഞ്ഞ സോങ് ഞാൻ സാറോട് പാടിയിട്ടുണ്ട് പറഞ്ഞു. ഓ ഇറ്റ്സ് യു, ഓക്കെ യു സാങ് റിയലി വെൽ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് പുള്ളി പ്രസംഗമൊക്കെ കഴിഞ്ഞു. അവാർഡ് ഈ ഫോട്ടോ എനിക്ക് തന്നു കഴിഞ്ഞപ്പം മൈക്കിൽ അനൗൺസ് ചെയ്യുന്ന ചേട്ടനോട് പറഞ്ഞു, വി ഹാവ് സങ് എ സോങ് ടുഗദർ, പ്ലീസ് ടെൽ ദാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് സ്റ്റേജിലൂടെ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ അയ്യോ, കാരണം പുള്ളിക്ക് അത് പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാനത് എൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും, കാരണം നമുക്ക് SPB വെച്ചത്തെ ലെജൻഡ് അത്രയും, അതിന് മുകളിലേക്ക് വേറെ ആരുമില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പോയി അപ്പോൾ അത് സ്റ്റേജ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ആ പാട്ട് ഇപ്പോൾ 2 ദിവസം മുൻപ് കന്നഡ അവര് റീലാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അതെങ്ങനെയാണ് ഞാൻ കണ്ടത്, എങ്ങനെയോ ഞാനത് എൻ്റെ ഫീൽഡിലേക്ക് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അത് ഞാൻ റീഷെയർ ചെയ്തു. റീഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത്, നീ SPBയുടെ കൂടെ പാടിയിട്ടുണ്ടോ
ചോദിച്ചാൽ അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സോങ് ചെയ്തു, എന്തായിരുന്നു അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ? എന്തായിരുന്നു അങ്ങനെ ഒരെണ്ണം ചെയ്യാം? ഒരു ഇൻസ്പിറേഷനും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ട് ഓക്കെ ഒരു പാട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടുത്തൊരു ഹിറ്റ് പാട്ട് കിട്ടി. അപ്പം പിന്നെ കുറച്ച് കാലം ഞാൻ അതിൻ്റെ മൈലേജിൽ ഇങ്ങനെ പോയി. അപ്പം ഞാൻ വെച്ചാൽ ഓക്കെ ഇങ്ങനെ പാട്ട് കിട്ടും, ഇനി ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നാലും എനിക്കിങ്ങനെ കിട്ടും. അപ്പോൾ അത് ഒരു പൊട്ട വിശ്വാസത്തിൽ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, ഒരു 12 വയസ്സ് ഉള്ളപ്പോൾ മുതലേ അമ്മ പറയുന്നുണ്ട്, ശ്രേയ നീ സ്വന്തമായിട്ട് പാട്ട് ചെയ്യാൻ തുടങ്ങ്. ലൈക്ക് നമുക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ടാലൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഗൗരി ലക്ഷ്മിനൊക്കെ എക്സാമ്പിളായിട്ട്, ഗൗരി ലക്ഷ്മി ചെറുപ്പത്തിൽ ഒരു പാട്ട്, ഒരു മൂവി സോങ് ചെയ്തിട്ടുണ്ട്, സഖിയ എന്നൊരു പാട്ട്. അപ്പോൾ ഈ ഗൗരി ലക്ഷ്മി എത്രയോ ചെറിയ വയസ്സിലാണ് ഈ പാട്ട് ചെയ്തത്, എന്ത് നന്നായിട്ടാണ് ചെയ്യുന്നത്, അപ്പം നിനക്കൊണ്ടും പറ്റും, അങ്ങനെ പറ്റാണ്ടൊന്നുമില്ല, ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ പറയും. അപ്പം ഞാൻ എന്നിട്ട് ആ മോട്ടിവേഷൻ ഒരു 2 ദിവസം ട്രൈ ചെയ്യാനൊക്കെ കേട്ടിരിക്കും. പക്ഷെ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് വരില്ല. ഞാൻ പാട്ട് ചെയ്യും, പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വേറെ പാട്ടുണ്ടല്ലോ, ഇതുപോലൊരു വേറെ പാട്ട്. ഒരു പ്രാവശ്യം ഞാനൊരു പാട്ട് ചെയ്തപ്പോൾ മോട്ട് വന്നത് ഇത് മറ്റേ എഡ് ഷീറന്റെ പെർഫെക്റ്റ് എന്ന പാട്ടായിരുന്നു. ആണല്ലേ, പിന്നെ അതങ്ങോട്ട് ഡിലീറ്റ്. അങ്ങനെ കുറേ കോൺഫിഡൻസ് കുറവും. അതുപോലെ പിന്നെ എന്തായി, ഇനി ഞാൻ ചെയ്ത വേറെ പാട്ടുമാരി ഉണ്ടാവുമോ, അതുപോലെ തോന്നുമോ, അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ കുറേ വേണ്ടാത്ത തോട്ടുകളായി മൈൻഡിൽ മൊത്തം. അങ്ങനെ കുറേ നീണ്ട്. പിന്നെയാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബർത്ത്ഡേ വന്ന സമയത്ത് എന്ത് ഗിഫ്റ്റ് വാങ്ങും, 2 ആഴ്ച മുന്നേ എന്ത് വാങ്ങും എന്നിങ്ങനെ കൊച്ചിയിലിരുന്ന് ഇങ്ങനെ ഫ്ലാറ്റിലിരുന്ന് ഇങ്ങനെ സോഫയൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം. അപ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും, അമ്മ അങ്ങനെ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുന്ന ആളല്ല. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വല്ലപ്പോഴെങ്കിലും അമ്മ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഡ്രസ്സ് എടുക്കുന്നല്ലാതെ അല്ലാണ്ട് ഡ്രസ്സോ അല്ലെങ്കിൽ ചെരുപ്പുകളോ അങ്ങനത്തെ ഒന്നും അമ്മയ്ക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് കേട്ടതായിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ വെച്ചെന്നാൽ പിന്നെ അമ്മയ്ക്കൊരു പാട്ട് ചെയ്താലോ വെച്ചാൽ അങ്ങനെ അന്ന് രാത്രി തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നു. ഇതേമാതിരി ഇങ്ങനെ കുറേ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റെക്കോർഡ് ചെയ്ത് ഒരു ബേസിക് ഒരു ട്യൂൺ, അതായത് പല്ലവി ഒരു 4 വരെ. അപ്പം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വൈഷ്ണവ് ഗിരീഷ്. അപ്പോൾ വൈഷ്ണവേട്ടന് പാട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വൈഷ്ണവേട്ടൻ എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഇതേതാ പാട്ട്? ഞാൻ ചെയ്ത പാട്ടാണ്. നീ ചെയ്ത പാട്ടോ, നിനക്ക് ഇത്രയൊക്കെ കഴിവുണ്ടോ? അവൻ പറഞ്ഞു ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറയണോ, ചടപ്പിക്കല്ലേ. അവൻ അടി നല്ലതാ, പ്രൊസീഡ് ചെയ്താണ്. അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ താഴെ എന്നുള്ള വരിയാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. കാരണം കോറസ് ഇതായിരിക്കും എന്നുള്ള മൈൻഡിലുള്ള. അപ്പം ഒബ്വിയസ്ലി അങ്ങനെ എഴുതി. പിന്നെ അങ്ങനെ ബാക്കി ഇങ്ങനെ ആലോചിച്ച് അതും ഫുൾ എഴുതി. അമ്മയുടെ പിറന്നാൾ 25-നാണ്. 24-ന് ഞാൻ ഈ പാട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിന് കേൾപ്പിച്ചു കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞത്, നീ എന്താ നിൻ്റെ അനിയനെ കൊണ്ട് പാടിപ്പിക്കാൻ, അവനെ കൊണ്ട് പാടിപ്പിച്ചുകൂടെ ഇതിൽ വെച്ച്. ഞാൻ പറഞ്ഞു ശരിയാണല്ലോ, അവനെ കൊണ്ടും പാടിപ്പിക്കാലോ. അന്ന് തന്നെ നമ്മളെ കോഴിക്കോടുള്ള അമല മീഡിയ ഹൗസിൻ്റെ സ്റ്റുഡിയോ അവിടെ വിളിച്ച് ഞാൻ വേഗം ബുക്ക് ചെയ്ത് അവൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞ്, അമ്മ അറിയാതെ പോകാൻ പറഞ്ഞ്. അവനെന്നിട്ട് അമ്മ ഉറങ്ങുമ്പോഴോ എന്താണ് അവൻ പോയി പാടിയത്, രാത്രിയായിട്ടാണ് അവൻ പോയി പാടിയത്. അവനങ്ങനെ പാടി. അടുത്ത ദിവസം ഇതുപോലെ നമ്മൾ പുറത്തു പോയതായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ മുതലേ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ മാത്രം എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ഗിഫ്റ്റൊക്കെ തന്നു. അപ്പോൾ എൻ്റെ മക്കളെ മാത്രം എനിക്കൊന്നും തന്നില്ല, മക്കളെ മാത്രം ഒന്നും തന്നില്ല, രാവിലെ മുതലേ പറയുന്നുണ്ട്. നമ്മൾ ലഞ്ച് കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. നമ്മുടെ ഫ്രണ്ട്സ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാറിൽ ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിലാണ് ഞാൻ അമ്മയ്ക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം അതുവരെ അമ്മ വിചാരിക്കുന്നത് എന്തോ ആണ്. കാരണം ഞാൻ യൂഷ്വലി കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോണൊക്കെ വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പം അമ്മ അതുപോലെ എന്താ വെച്ചാൽ അമ്മ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. പിന്നെയാണ് അനിയൻ്റെ ഫോണിൽ നിന്ന് അവൻ പാട്ട് വെക്കുന്നത്. അപ്പം അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ അമ്മ പാട്ട് കേൾക്കലും ഇമോഷണൽ ആവലും അയ്യോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെന്താന്ന് വെച്ച് ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച്. അമ്മ പറഞ്ഞു വേറെ ആരും ചെയ്ത പാട്ടാണെന്നും പറയല്ലേ അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തതാണെന്ന്. ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായ സന്തോഷം. അപ്പോൾ അത് എനിക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അമ്മ ഇങ്ങനെ ഇതാക്കുന്നൊന്നും വിചാരിച്ചില്ല. ഞാൻ ജസ്റ്റ് അമ്മയ്ക്ക് അത്രയും ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഞാനൊരു സ്വന്തമായിട്ട് പാട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം കരയുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അമ്മ പക്ഷെ വേഗം കരഞ്ഞ്. പിന്നെ ഒരു 2-3 തവണ ഇരുന്ന് ഒന്നും കൂടി വെക്കൂ വെച്ച് ഇങ്ങനെ കേട്ട് പിന്നെ ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുത്തു. അമ്മേനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നതാണല്ലോ. അതെ, അപ്പം അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. ശ്രേയക്കുട്ടിയുടെ ഇൻസ്പയർ ചെയ്ത് ഒരുപാട് പേരുണ്ട്. കാരണം ഇപ്പം എൻ്റെ ഒരു കസിൻ കുട്ടിയൊക്കെ ഉണ്ട്, ശ്രേയ ചേച്ചിനെ പോലെ എനിക്ക് പാട്ടുകാരി ആവണം എന്നൊക്കെ പറയുന്ന ഒരു കസിൻ കുട്ടിയൊക്കെ ഉണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ശ്രേയക്കുട്ടിയുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ശ്രേയ ഘോഷാൽ, പിന്നെ അതുപോലെ ചിത്ര ആൻറ്റി, സുജാത ആൻറ്റി, ജാനകി അമ്മ, ഇങ്ങനത്തെ ഒരു സിംഗേഴ്സിൻ്റെ പാട്ടുകളായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാറ്. അപ്പം പക്ഷെ എന്നാലും എനിക്ക് അതിൽ കുറച്ചും കൂടി എന്തോ ഒരു അടുപ്പം ശ്രേയ ഘോഷാലായിട്ടായിരുന്നു. കാരണം പാട്ട് എന്തോ എനിക്ക് ശ്രേയ ചേച്ചിയുടെ ആയിരുന്നു ഒരുപാട് പാട്ടുകൾ അറിയാം. കാരണം ആ ഒരു ടൈം എം ജയചന്ദ്രൻ, ശ്രേയ ഘോഷാൽ എന്നൊരു കോമ്പോയിൽ ഒരുപാട് പാട്ടുകൾ റിലീസായി. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടുകളെല്ലാം എനിക്ക് ബൈഹാർട്ട് വരുന്നു. കാരണം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് അന്ന് ആ ചെറുപ്പം മുതലേ എൻ്റെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ശ്രേയ ഘോഷാൽ തന്നെയായിരുന്നു.
പിന്നെയാണ് നമ്മൾ ചിത്രാൻ്റീനെയും ഇവരൊക്കെ പരിചയപ്പെടുന്നത്. ചിത്രാൻ്റീനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ മുകളിലേക്ക് വേറെ ആരും എനിക്ക് കണ്ടുപിടിക്കാനില്ല. കാരണം ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിലും ആസ് എ സിംഗർ എന്നുള്ള രീതിയിലും ഇത്ര സ്വീറ്റായിട്ടുള്ളൊരു വേറെ വ്യക്തിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ചില സമയത്ത് നമ്മൾ ഷോ കഴിഞ്ഞിട്ട് വരുമ്പോൾ പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഹീൽസൊക്കെ ഇട്ടിട്ട് സ്റ്റേജിൽ നിന്നിട്ട് പരിപാടി കഴിയുമ്പോഴേക്ക് ഞാൻ ഷൂ ഒക്കെ ഊരി ഇങ്ങനെയൊക്കെയാണ് ബാക്ക് സ്റ്റേജിലൂടെ പോവുക. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ചൂട് ഒക്കെ എടുത്ത് ആകെ നമ്മൾ ഡൺ ഫോർ ദ ഡേ എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ടാവും. അങ്ങനെ പോകുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചു കൊടുക്കും. പക്ഷേ ഒരു പരിധിക്ക് മുകളിൽ നമുക്കിങ്ങനെ ചിരിയൊന്നും വരില്ല. നമ്മൾ പിന്നെ ചെറുതും കൂടി ആകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചിരിച്ചു കൊടുക്കും. എൻ്റെ അമ്മയും അച്ഛൻ എന്നെ നല്ല ചീത്ത പറയും, അങ്ങനെ ചിരിക്കരുത്, നല്ലപോലെ ചിരിക്കുക എന്നൊക്കെ പോലെ ചീത്ത കേൾക്കാണ്ട്. പക്ഷേ ഞാനൊക്കെ എൻ്റെ അടുത്തൊക്കെ ഫോട്ടോ എടുക്കാൻ വരുന്നൊരു 5 ആളാണ്. ഇന്ന് ഞാൻ ചിത്രാൻ്റി ഒരു ഷോ കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക. കാരണം ചിത്രാൻ്റി ഒരു ഷോ കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പോഴേക്കും എത്രയോ ഒരുപാട് പേര് വരുന്നു, കൈ പിടിക്കുന്നു, കാല് പിടിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അമ്മയെ ചിത്രാൻ്റിന് ആ ഒരു സ്നേഹം. പക്ഷെ ചിത്രാൻ്റി ഇങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോഴേ അതൊന്നും എങ്ങനെ സാധിക്കുന്നവർക്കെന്ന്. കാരണം ഓരോ ആൾക്കാർക്ക് അവർക്ക് ഓരോ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ ചിത്രാൻ്റി ഒരുപാട് ഷോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റിൽ പോലും മുഖം കറുപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഫുൾ ടൈം ആ ചിരിയോടെ അത് ചിത്രാൻ്റിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ഇങ്ങനെയും കൂടി ആവണം. ഞാൻ ചിലപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ ഹായ് അടിക്കുന്നത് കണ്ടാൽ ഞാൻ ചിലപ്പോൾ കാണാത്തൊക്കെ മാറ്റി നിന്നിട്ടൊക്കെ ഉണ്ട്. ഈ ചെറുതാമ്പൻ്റെ ഓരോ വിക്രസുകളായിരുന്നു അതൊക്കെ. പിന്നെയാണ് ഇങ്ങനെ അമ്മേച്ചനെ നല്ല ചീത്ത ഉണ്ട്, നിനക്ക് ജാട വരുന്നു ശ്രേയ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവരെയൊക്കെ കാണുമ്പോഴായിരിക്കും ഞാൻ ആരാ, ഇവർക്കൊന്നും ഇല്ലാത്ത ജാട എന്താ എനിക്ക് തോന്നി. അങ്ങനെ ഒരുപാട് അവരിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ചിത്രാൻ്റീൻ്റെ അടുത്ത് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. 40% നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടാറുണ്ട്. ശരിക്കും അതിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് കമൻസും വരാറുണ്ട്, പോസിറ്റീവ് കമൻസും വരാറുണ്ട്. ശരിക്കും ഈ അടുത്ത് ശ്രേയ ഇട്ടതിൽ കുറേ കമൻസ് ഞാൻ കണ്ടത് ഡ്രസ്സിങ്ങിനെ വെച്ചിട്ടുള്ള കമൻസ് വരുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് ഫീൽ ചെയ്യാറുണ്ടോ, അതോ അത് ലീവ് ചെയ്ത് വിടുകയാണോ ചെയ്യുക? എനിക്കെന്താ അറിയോ, ഞാൻ ഈ സൂര്യ സിംഗറിൽ വന്നത് 6 വയസ്സുള്ളപ്പോഴാണ്. അപ്പൊ അന്ന് വരുമ്പോൾ തന്നെ എന്നെ കാണുന്ന ആൾക്കാരൊക്കെ പറയാം ഞങ്ങൾ എൻ്റെ വീട്ടിലെ മോളെ പോലെയാണ് ഞാൻ കാണാറ്. അതെ, അടുത്ത വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടി, അങ്ങനത്തെ രീതിയിലാണ് കൂടുതലും ആൾക്കാർ കാണാറെന്ന് എപ്പോഴും പറയാറുണ്ട്. അത് ഇപ്പോഴും വന്നിട്ട് പണ്ട് നമുക്ക് അത്രയും ഇഷ്ടമായിരുന്നു അങ്ങനെയായിരുന്നു ആൾക്കാർ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇപ്പം എൻ്റെ കമൻസ് വായിക്കുമ്പോഴും പണ്ട് എൻ്റെ അത്രയും ഇഷ്ടമുള്ള കുട്ടിയായിരുന്നല്ലോ ഇവൾ ഇങ്ങനെയായോ എന്നുള്ള ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ അത്രയും ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ആ ഇഷ്ടം എപ്പോഴും ഉള്ളതുകൊണ്ടാണ് അവർ ഇത്രയും കൺസേൺ ആവുന്നത്. അത് വലിയൊരു കാര്യമാണ്. അപ്പം അവർ മെയിനായിട്ട് ഈ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നതിനും ഇങ്ങനത്തെയൊക്കെ പ്രശ്നം പറഞ്ഞു വരുമ്പം ഞാൻ പിന്നെ വിചാരിക്കും ഓക്കെ അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്. എനിക്കിപ്പം എൻ്റെ വീട്ടുകാർക്ക് ആസ് ലോങ് ആസ് പ്രശ്നമുള്ള എൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീട്ടുകാർക്ക് എൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഈവൻ ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഇട്ട് കാണിച്ചു കൊടുക്കുക അമ്മയ്ക്ക്. അപ്പോൾ അമ്മ പറയും ഷായത് ഈ ഡ്രസ്സ് കുറച്ച് വൾഗറാണ്, ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോവില്ല, അത് എടുക്കില്ല. പക്ഷെ അതല്ലാതെ രസമുണ്ട് അല്ലെങ്കിൽ ഇതിന് വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാനത് എടുക്കും ചെയ്യും, ഞാനത് ഇട്ട് ഫോട്ടോയും പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ പിന്നെ കമൻസ് വരുമ്പം ഇതുപോലെ മൈൻഡ് ചെയ്യില്ല, അത്രേ ഉള്ളൂ. കാരണം അറിയും കമൻസ് ഇങ്ങനെ വരുന്നുള്ള കാര്യം. കാരണം അച്ഛൻ നല്ലപോലെ കമൻസ് നോക്കുന്നതാണ്. അപ്പൊ അച്ഛൻ പറയാം നീ എയറിലാണ്, നിന്നെ ഇങ്ങനെ തെറിയൊക്കെ വിളിക്കണ്ടേ, എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ വിളിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയും. അതുപോലെ എന്ത് ചെയ്യാനാ ഡാഡി, സാരമില്ല എന്ന് പറയല്ലാതെ ഒന്നും നമ്മൾക്ക് അങ്ങനെ ഉള്ളോട്ട് പേഴ്സണലി ആയിട്ട് എടുക്കാറില്ല. കാരണം അത് അവർ ആ ആൾക്കാർ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു സ്നേഹം കൊണ്ട് അവരുടെ ആ ഒരു കെയറിങ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് അവർ സംസാരിക്കുന്നു, അത്ര മാത്രമേ നോക്കാറുള്ളൂ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയ ഗെയിം സെക്ഷനോട് വിട്ടിട്ട് ഇതങ്ങിട്ട് അവസാനിപ്പിക്കാം. ഞേട്ടണ്ടോ? ഓക്കെ, അതായത് ഞാൻ ഒരു സോങ്ങിന്റെ ഇടയിൽ ഒരു വരി പറയും, ആ പാട്ട് ഏതാണെന്ന് പറയണം. ഓക്കെ, അറിയുന്ന പാട്ട് എളുപ്പമുള്ളതാ. ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇതുള്ളൂ. എന്റെ ക്വസ്റ്റ്യൻ കേട്ടപ്പോ മനസ്സിലായില്ലേ? പൂന്തെന്നലിൽ പൊന്നോളമായി ഒരു പാഴ്ക്കിരീടം മറഞ്ഞു. അയ്യോ ഇത് അറിയാലോ, എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അയ്യോ ഏത് പാട്ടാ ദൈവമേ, അയ്യോ കിട്ടിയില്ലെങ്കിൽ നാണക്കേടാണേ, അയ്യോ എന്നെ നാണയ്ക്ക് നാറ്റിക്കല്ലേ. ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ആൾക്കാർക്ക് പറയുന്നത് പൂന്തെന്നലിൻ പൊന്നോളമായി ഒരു പാഴ്ക്കിരീടം മറഞ്ഞു. എവിടെയോ കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫെമിലറാ, കിട്ടുന്നില്ല. കുറച്ച് അരണയാണ് ഞാൻ. ഇനി അങ്ങനെയൊക്കെ പറയാം, ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. ഒരു ക്ലൂ തരുമോ? ക്ലൂ മോഹൻലാൽ. ഈ മോഹൻലാൽ തന്നെ പഴയ കുറച്ച്. അതെ, പടത്തിന്റെ പേര് ആ വരിയിലുണ്ട്. പാഴ്ക്കിരീടം മറഞ്ഞു, അവിടെ തന്നെ ഞാനും ഇങ്ങനെ നിൽക്കുന്നത്. അതന്നെയാണല്ലോ എനിക്ക് സൂര്യകിരീടം, ആ പാട്ടല്ലോ. പൂന്തെന്നലിൻ ഒരു പാഴ്ക്കിരീടം മറഞ്ഞു. ഇനി ഇതിന്റെ ആദ്യത്തെ കണ്ണീർ
എല്ലാരും. അല്ലെങ്കിൽ ഇനി ഇതെടുത്ത് എന്നെ ട്രോൾ ചെയ്യാൻ ആൾക്കാർ. ഇരുളിൽ തെളിയും മെഴുകുതിരി പോൽ ജാതനായൊരൻ. അത് എന്തുകൊണ്ട് എനിക്ക് കിട്ടി? ജാതനായൊരൻ അവിടെ പിടിച്ചു. ജെറുസലേം നായക. പൊന്നിൻ കതിർക്കുല കൊത്തിയെടുത്ത് നീ പൊങ്ങി പറന്നല്ലോ. പൊന്നിൻ കതിർക്കുല കൊത്തിയെടുത്ത് നീ പൊങ്ങി പറന്നാലോ എക്സാക്ട്ലി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന്. അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. അയ്യോ, അത് പറഞ്ഞപ്പോ എനിക്ക് ഏതോ ഒരു പാട്ട് ഇങ്ങനെ മൈൻഡിൽ വന്നു. ഏകദേശം പുതിയതാ. അതെ അതെ. പോയി നീ ട്യൂണൊക്കെ പാടിയൊക്കെ താരകരാവ്. ഒന്നും കിട്ടുന്നില്ലല്ലോ ദൈവമേ. അയ്യോ, ഭയങ്കര നമ്മള് എടുത്തിട്ട് അലക്കേക്കുന്ന പാട്ടാ. വേറെ അത്തിമരക്കാണല്ലോ എനിക്ക് കിട്ടുന്നത്. പറയട്ടെ, ഞെട്ടരുത്. ചിലപ്പോ ഞെട്ടും. ആ പാട്ടല്ലേ താരകരാവ്? എനിക്ക് മിന്നൽ വളയൊക്കെ കിട്ടും. അത് തന്നെയാ. പക്ഷെ അതിന് എനിക്ക് മിന്നൽ വള അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് അത് തന്നെ. പക്ഷെ അതെങ്ങനെ പാട്ട് കിട്ടി? എനിക്ക് എന്തോ ഒരു അടിച്ചിട്ടാ താരകരാവി പിടിച്ചതാ. അതെ, ഞാൻ തോന്നുന്നു. ഓക്കെ, ലാസ്റ്റ്. തെന്നൽ തോൽക്കും തെന്നൽ തോൽക്കും തളിരാളെ ഒളി മിന്നൽ പോലെ അഴകോളെ. തെന്നൽ തോൽക്കും ഞാൻ പറഞ്ഞു നോക്കണ്ടത്. അയ്യോ, ഇതെന്തൊരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. അമ്മയെന്ന് പാടാവോ? ഇത് ഞാൻ പാടി കൊളാക്കണോ? അലകടലൊലിയാരോ കനലൊളി അഴകാരോ തിരയുടെ വരവാരോ. ഓക്കെ, ഫൈൻ. അപ്പം ഒരു 10 വർഷത്തിന് ശേഷം ശ്രേയ ജയദീപിനെ എങ്ങനെ കാണണം എന്നാണ് ശ്രേയ ആഗ്രഹിക്കുന്നത്? 10 വർഷത്തിന് ശേഷം എനിക്ക് കുറച്ചും കൂടെ, ഇപ്പോൾ ഒരു സോങ് ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് വന്നു. അതായത് ചെയ്യാൻ പറ്റും, അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേൾക്കാനും ഒരുപാട് പേരുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് എന്നൊരു ഭയങ്കര റിയലൈസേഷൻ വന്നു. അപ്പം ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ എസ്റ്റാബ്ലിഷ് ആണ്. കുറേ മൂവീസ് പാടുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ കാണുന്ന ഒരു ഇങ്ങനെ അങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കുറച്ചും കൂടെ ഇതപ്പോൾ അടുത്ത പാട്ടിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയതല്ലേ. അപ്പം അങ്ങനെ ഒരു ഇതിലിരിക്കുകയാണ്. അതെ. എനിവേ, എന്താണെങ്കിലും ആഗ്രഹങ്ങളൊക്കെ എത്ര നമ്മളിനി പറഞ്ഞ മാതിരി 10 വർഷം കാണുമ്പം ഈ പറഞ്ഞ മാതിരി ചിത്ര ചേച്ചിയൊക്കെ ഇരിക്കുന്ന ആ ഒരു ലെവലിൽ കാണാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു. Krishna Leela, Joy Alucas, world's favorite jeweler.